നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ളൊരു സ്നേഹം യഥാർത്ഥത്തിൽ സത്യമാണോ അല്ലെങ്കിൽ ഒരു ടൈം പാസ് ആണോ എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹം സത്യമാണ് കേട്ടോ, എല്ലാം നല്ല സത്യമാണ്, ടൈം പാസ് അല്ല. ഫസ്റ്റൊക്കെ ഒരു ടൈം പാസ് രീതിയിലൊക്കെ തുടങ്ങിയതായിട്ടുള്ളൊരു ബന്ധമായിരുന്നു എന്നും നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കില്ല. എന്താ പറയുക, ഫസ്റ്റൊക്കെ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം സോൾ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് കാണിക്കുന്നത്. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വല്ലാത്തൊരു സൗന്ദര്യ ദേവനോ ദേവതയോ അല്ലെങ്കിൽ പോലും അവർക്ക് നിങ്ങളോടുള്ളൊരു അട്രാക്ഷൻ തോന്നിയത് ഒരിക്കലും ആ ഒരു സൗന്ദര്യത്തിൻ്റെ പുറത്തല്ല, ആ ഒരു മനസ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സോൾ കണക്ഷൻ്റെ ബേസിൽ വന്നിട്ടുള്ള ഒരു ഇഷ്ടമാണ് ഈ ഒരു സ്നേഹം എന്നാണ് പറയുന്നത്. വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു സ്നേഹം തന്നെയായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ഒരിക്കലും ടൈം പാസ് ആയിട്ട് അവർ കണ്ടിട്ടില്ല. നിങ്ങളെടുത്ത് ഒരുപാട് സംസാരിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു എനർജി, പോസിറ്റീവ്നെസ്, അതൊക്കെ വേറെ തന്നെയാണെന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ദ വേൾഡ് എന്ന് പറയുന്നത് തന്നെ അവരുടെ എന്താ പറയുക, അവർക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി അവരുടെ വേൾഡ് ആയിരുന്നു എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സ്ട്രെങ്ത് ആയിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ നിങ്ങളെ പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത്ര നല്ലൊരു സിറ്റുവേഷൻസ് ആയിരിക്കണം എന്നില്ല, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കണം എന്നില്ല, ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ടായിട്ടുള്ളൊരു ജീവിതമായിരിക്കാം മേ ബി കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്ക്. ആ ഒരു ലൈഫിലേക്കാണ്, കാരണം ഞാനിവിടെ 4 ഓഫ് സോൺസ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ലൈഫിൽ വളരെ എന്താ പറയുക, ഒട്ടും നല്ലതല്ലാത്ത ജീവിത രീതിയിലൂടെ കടന്നു പോയിരുന്ന വ്യക്തികളായിരുന്ന നിങ്ങൾക്ക് അവരുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക, മനസ്സിന് കുളിർമയേകുന്ന ഒരു ബന്ധമായിരുന്നു. അവർക്കും അങ്ങനെ തന്നെയായിട്ടാണ് കാണുന്നത്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ട്രെങ്ത് കൊടുത്തിരുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് നല്ല ആ ഒരു പേഴ്സൺ നിങ്ങൾക്കും ഒരു സ്ട്രെങ്ത്, ഒരു ശക്തി നൽകിയിരുന്ന ഒരു വ്യക്തി എന്നൊക്കെ പറയില്ലേ. ഏതൊരു പുരുഷൻ്റെയും പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്ന പോലെ ഏതൊരു സ്ത്രീയുടെയും ഒരു സക്സസ്സിന് പിന്നിൽ ഒരു പുരുഷനുണ്ടെന്ന്, അതാണല്ലോ സത്യം. അപ്പോൾ അതുപോലുള്ളൊരു അവർക്ക് വേണമെങ്കിൽ അവരുടെ ലൈഫിൽ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അവർക്ക് എന്തോ വിലമതിക്കാനാവാത്ത ഒരു കണക്ഷൻ തന്നെയായിട്ടാണ് അവർ കാണുന്നത്. ഒരിക്കലും നിങ്ങളുടെ ബാഹ്യമായ സൗന്ദര്യത്തിൽ മാത്രമല്ല അവരുടെ ഒരു സ്നേഹമെന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു സോൾ കണക്ഷനാണ് ഇതിൽ വളരെയധികം കാണുന്നത്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നാൽ തന്നെ നമുക്ക് പറയാം ഇതിലൊരു കർമ്മ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ജന്മത്തെ കണ്ടുമുട്ടുക എന്ന ഒരു നിയോഗമായിരുന്നു നിങ്ങളുടേത്. പിന്നെ ഈ ഒരു ബന്ധത്തിൽ അത്യാവശ്യം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. കർമ്മ റിലേറ്റീവ് പെട്ടെന്ന് നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സാധാരണ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് പെട്ടെന്ന് ഒരു ഇടിവെട്ട് പോലെ എപ്പോഴെങ്കിലൊക്കെ അങ്ങനത്തെ ഉള്ളൊരു പ്രശ്നങ്ങളായിരിക്കാം വന്നിട്ടുണ്ടാകും. നമ്മൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു നേരത്തുള്ളൊരു പ്രശ്നങ്ങൾ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ സാഹചര്യവശാൽ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് മാറിപ്പോയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ബന്ധമായിട്ടാണ് കാണുന്നത്. ഇതിൽ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ളൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തിക്ക് എന്തായാലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെ വിലപ്പെട്ടത് തന്നെയാണ്. സാധാരണ ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കാണുന്നില്ല അവർക്ക് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, അവരുടെ മനസ്സിൽ അതുണ്ടെങ്കിലും പുറമേ കാണിക്കുന്നില്ല. പക്ഷെ ഒരു സാഹചര്യങ്ങൾ, എന്താ പറയുക, നെഗറ്റീവ് എനർജീസുകൾ, ഇതെല്ലാം. അത് ചാരിയറ്റ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ചാരിയറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് എന്താ പറയുക, നിങ്ങളുടെ ഒരു കണക്ഷനിലേക്ക് വരുമ്പോൾ അതിനെ ഡീവിയേറ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള വേറൊരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ വേറൊരു കണക്ഷൻ അവിടേക്ക് അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ട് ടേണായി പോയിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് അങ്ങനത്തെ ചിലപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻസ് വന്നിട്ടുണ്ടായിരിക്കാം. അത്തരത്തിലുള്ളൊരു ഇതിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പോയിട്ടുള്ളൊരു ബന്ധം, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇവിടെ ഒരു റീയൂണിയൻ കാണുന്നുണ്ട്. ഇത് ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു റീയൂണിയൻ, സെലിബ്രേഷൻ, അഗെയിൻ ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു ഫ്രണ്ടിനുപരി എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പും കൂടിയാണ്, നല്ലൊരു ഫ്രണ്ടിനെയും കൂടിയാണ് നിങ്ങളിൽ അദ്ദേഹം കാണുന്നത്. സിൻസിയർ ആയിട്ടുള്ള സ്നേഹം തന്നെയാണ്. ഇതിലൊരിക്കലും നിങ്ങൾക്കൊരു ഡൗട്ട് വേണ്ട ആവശ്യമില്ല. ഇതിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം എന്തും തുറന്നു പറയാനായിട്ട് പറ്റുന്ന അങ്ങനൊരു ഫ്രണ്ട്ഷിപ്പ് ആദ്യകാലഘട്ടങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ ആയിരുന്നിരിക്കണം. പക്ഷേ പിന്നീട് കുറച്ചൊക്കെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അത് സാഹചര്യങ്ങളുടെ കുറേ സമ്മർദ്ദങ്ങളിലേക്ക് വന്നിട്ട് അങ്ങനെ പെട്ടുപോയതാണ്. പെട്ടുപോയത് മീൻസ് അങ്ങനെ വന്നു പോയതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ
നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരിക്കലും അതിൻ്റെ തീവ്രത അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൻ്റെ തീവ്രത കുറയരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ സോൾമേറ്റ് കണക്ഷനിലുള്ളവരെ ഒരുപാട് എനിക്കിവിടെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ അത് ലൈഫ് ലോങ് ഉള്ളൊരു ബന്ധമായിരിക്കും. സാധാരണ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധമൊക്കെ സോൾമേറ്റ്സിലാണ് വരാറ്. പക്ഷേ സോൾമേറ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ചെറുതായിട്ടൊരു എന്താ പറയുക, ഒരു അകൽച്ച അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതെല്ലാ ബന്ധത്തിലുള്ളതാണ്. പക്ഷേ അവരുടെ ഒരു ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ അത്തരത്തിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വരാനായിട്ടുള്ള ചാൻസ് ഉള്ളൊരു ഇതാണ് സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയും. പക്ഷെ അവരുടെ സോളുകൾ തമ്മിൽ എങ്ങനെയൊക്കെ ഒരു എനർജി വൈസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുമെങ്കിലും വീണ്ടും അവർ നല്ല രീതിയിൽ തന്നെ എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തിരിച്ചു ചേർന്ന് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നൊരു ബന്ധം കൂടിയാണ് സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ കുറേ പേർക്കെങ്കിലും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, അല്ലാത്തവരുണ്ടായിരിക്കാം. അവർക്കും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്താ നോക്കിയത്, അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം സിൻസിയർ ആണ്. ഓഫ് കോഴ്സ് സിൻസിയർ തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കേണ്ട ഒരാവശ്യവും ഇല്ല. സിൻസിയർ ആണ്. ഒരുപാട് ഇഷ്ടമുള്ളൊരു ബന്ധമായിട്ടാണ് കാണുന്നത്. ഒരിക്കലും ഒരു ടൈം പാസ് ആയിട്ട് അവർ എടുത്തിട്ടേ ഇല്ല ഈ ഒരു ബന്ധത്തെ. നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് എന്നാണ് അവർ വിചാരിക്കുന്നത്. നിങ്ങളും മറിച്ച് അങ്ങനെ തന്നെ ആയിരിക്കാം. നിങ്ങൾക്ക് അവരില്ലാണ്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. ഒട്ടും തന്നെ എന്താ പറയുക, ജീവിതം തന്നെ വേണ്ടാന്ന് വെക്കുന്ന ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും. ഈ ഒരു പേഴ്സൻ്റെ ഒരു പ്രസൻസ് ഇല്ല ഇനി നിങ്ങളുടെ ലൈഫിൽ നിന്ന് അങ്ങനെ ആലോചിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല. അത്രമാത്രം നിങ്ങൾ അവരെ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അവരില്ലാതെ നിങ്ങൾക്ക് ഒട്ടും തന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥ. പിന്നെ ഈ ഒരു നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾക്കും തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളതായിട്ട്, അതായത് മുൻപ് ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയുമായിട്ട് ആ ഒരു ആൾക്ക് ഫ്രണ്ട്ഷിപ്പോ എന്തെങ്കിലും രീതിയിൽ പല പല കാര്യങ്ങളുണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. പിന്നെ എന്തൊക്കെ പെയിനുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർക്കും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ റിലീസ് ആവാനായിട്ട് പോവുകയാണെന്നാണ് പറയുന്നത്. റിലീസിങ് പെയിൻ, ഓവർകമ്മിങ് ഡിപ്രഷൻ. ഇപ്പോൾ പലരും ഡിപ്രഷൻ സ്റ്റേജിലേക്കൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓവർകമ്മിങ് ചെയ്യാനായിട്ട് പോവുകയാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എഗെയിൻ ഒരു നല്ലൊരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഉണ്ടാവാൻ പോവുകയാണെന്നാണ് കാണിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം ആ ഒരു പെയിൻ റിലീസിങ്, നിങ്ങൾക്ക് എന്തൊക്കെ പെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ റിലീസ് ആവാനായിട്ട് പോവുകയാണെന്നാണ്. പിന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം തേർഡ് പാർട്ടി ഉണ്ടോ, അല്ലെങ്കിൽ പല പല വ്യക്തികളുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പലരും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും അവരുടെ അച്ഛനമ്മ ഭാര്യ ഭർത്താവ് അങ്ങനെയല്ല പറയുന്നത്, വേറെ എന്തെങ്കിലും രീതിയിൽ അവരുടേതായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിൽ നിങ്ങൾക്ക് താല്പര്യമില്ലായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോവുകയാണ്. ഒരുപാട് ഓപ്ഷൻസ് വന്നിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതെല്ലാം ഇവിടെ റിവേഴ്സാണ് വന്നിട്ടുള്ളത്. അതൊക്കെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ചോയ്സസും, ലാക്ക് ഓഫ് ചോയ്സസ്, ഓപ്പർച്യൂണിറ്റീസ്, ഓപ്ഷൻസ്, പുവർ ചോയ്സസ്, അതൊക്കെ ആ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവരിൽ നിന്നുണ്ടായിരുന്ന ഒരു തേർഡ് പാർട്ടി സംഭവങ്ങളൊക്കെ എന്തായാലും മാറി മാറി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഈ പറയുന്ന ഇവിടെ എന്തായാലും കാണിക്കുന്നത് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു എനർജിയാണ് എനിക്കിപ്പോൾ എന്തായാലും കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ.